ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൻപയർ മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ് വൻപയർ നന്നായി കഴുകിയതിന് ശേഷം 6 മണിക്കൂറത്തേക്ക് കുതിർക്കാനിടുക. അതിന് വേണ്ട ചേരുവകൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, അതേപോലെ തന്നെ വേപ്പിലയാണ്. 6 മണിക്കൂറിന് ശേഷം കുക്കറിൽ നന്നായി കുതിർന്നു വന്ന വൻപയർ 1 ഗ്ലാസ് വൻപയറിന് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു പാനിൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഏതാണോ അത് ഒഴിക്കുക. 1-2 സ്പൂൺ ഒഴിച്ചാൽ മതിയായിരിക്കും. പിന്നെ അല്പം കടുകിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കടുകിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ഞാനിവിടെ 4 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 8 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 8 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളുടെ വൻപയറിൽ ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്നത് ഈ വെളുത്തുള്ളികളാണ്. അപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അതിനുശേഷം നമ്മുടെ പൊടികൾ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതാ എണ്ണയിൽ ചെറിയ രീതിയിൽ അതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വൻപയർ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രം വൻപയർ ഈ അരപ്പിലേക്ക് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ കറി നമ്മുടെ ചപ്പാത്തിക്കും അതേപോലെ തന്നെ ചോറിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. നമ്മളുടെ ടേസ്റ്റ് മേക്കറായ കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ചോറിനാണെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുത്താൽ മതി. അല്ലാതെ ചപ്പാത്തിക്കാണെങ്കിൽ നമുക്ക് ചാറോടുകൂടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.